അസുഖം കൺട്രോളായി നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന രോഗിയുടെ അസുഖം തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത്രയും കഷ്ടപ്പാടല്ല, ഇത്രയും വേദന അവർ തിന്നേണ്ടി വരുന്നു എന്നുള്ള സങ്കടമാണ് നമുക്ക്. ഒരിക്കലും നിങ്ങളങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. മരുന്ന് മുടക്കി അസുഖം തിരിച്ചു വന്നെങ്കിൽ വീണ്ടും ഡോക്ടറെ തന്നെ പോയി കാണണം. ഡോക്ടറെ കണ്ടിട്ട് വേദന വരുമ്പോൾ തന്നെ അത് തിരിച്ചെടുക്കണം. തിരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺട്രോളിൽ വരികയും ചെയ്യും. അപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് എല്ലാ 2 മാസവും മരുന്ന് മുടക്കും. ആദ്യം 2 മാസം കഴിച്ചു, അസുഖം കൺട്രോളായി, വീണ്ടും മരുന്ന് മുടക്കി, അസുഖം തിരിച്ചു വന്നു. 5-6 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു, ഒരു 2-3 മാസം എടുക്കും, വീണ്ടും മരുന്ന് മുടക്കും. അങ്ങനെയുള്ളവർ പലപ്പോഴും നമ്മൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ആദ്യം കൊടുത്ത മരുന്ന് പിന്നെ എഫക്റ്റീവ് ആകാതെ വരും. 2-3 പ്രാവശ്യം അസുഖം തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ മരുന്ന് കഴിച്ചാൽ ഒട്ടും എഫക്റ്റ് ചെയ്തതെന്ന് മാത്രമല്ല, മരുന്ന് അത് അവരുടെ അസുഖത്തിന് തീവ്രത കൂടുകയും പല ഓർഗൻസിനെ ഇൻവോൾവ് ചെയ്യും. അവരുടെ തന്നെ ലോങ് ടേം ഔട്ട്കം മോശമാകുകയും ചെയ്യും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ വേറെ ലങ്സിനെയോ ഹാർട്ടിനെയോ ഒക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് സംസാരിക്കാണ്ട്, അല്ലാതെ ഒരു പ്രാവശ്യം മരുന്ന് മുടക്കി തിരിച്ചു വന്നു. അത് കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമുക്കെല്ലാം പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ മരുന്ന് അപ്പം ആ സമയത്ത് ടെമ്പററി നമുക്ക് മരുന്ന് മുടക്കേണ്ടി വരികയും ചെയ്യാം. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് മുടക്കണം എന്നല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആ രീതിയിലേക്ക് വരാം. നിങ്ങൾക്ക് വീണ്ടും ഡോക്ടറോടൊന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് മുടക്കി വീണ്ടും അസുഖം വരുമ്പോൾ കൺട്രോൾ ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ആന മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകരുത്.